അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1153, സൂറത്തു മാഇദ 94 മുതൽ 96 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا ليبلونكم الله بشيء من الصيد تناله أيديكم ورماحكم ليعلم الله من يخافه بالغيب فمن اعتدى بعد ذلك فله عذاب أليم. يا أيها الذين آمنوا لا تقتلوا الصيد وأنتم حرم ومن قتله منكم متعمدا فجزاء مثل ما قتل من النعم يحكم به ذوى عدل منكم هديا بالغ الكعبة أو كفارة طعام مساكين أو عدل ذلك صياما ليذوق وبال أمره عفى الله عما سلف ومن عاد فينتقم الله منه والله عزيز ذو انتقام. أحل لكم صيد البحر وطعامه متاعا لكم وللسيارة وحرم عليكم صيد البر ما دمتم حرما واتقوا الله الذي إليه تحشرون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. يا أيها الذين آمنوا സത്യവിശ്വാസികളെ ലയബ്ലുവന്നകും അല്ലാഹു, നിശ്ചയം അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനസ് സൈദി, വേട്ട മൃഗത്തിൽ നിന്നുള്ള ചില വസ്തുക്കളെ കൊണ്ട്. വഅൻതും ഹുറും തനാലുഹു ഐദീകും വരിമാഹുക്കും, നിങ്ങളുടെ കൈകൾ കൊണ്ടും കുന്തങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ലഭ്യമാക്കാൻ സാധിക്കും വിധത്തിലുള്ള ചില വേട്ടജീവികളെ കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്, അദൃശ്യത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നവൻ ആരാണെന്ന് അറിയാൻ വേണ്ടി. ഫമനേതദാ ബഅദ ദാലിക, അപ്പോൾ അതിനുശേഷം ആരെങ്കിലും അതിക്രമം കാണിച്ചാൽ ഫലഹു അദാബുൻ അലീം, അവന് വേദനാജനകമായ ശിക്ഷയുണ്ടായിരിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തഖ്തുലുസ് സൈദ, വേട്ടമൃഗത്തെ നിങ്ങൾ കൊല്ലരുത്. വഅൻതും ഹുറും, നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ. വമൻ ഖതലഹു മിൻകും മുതഅമ്മിദൻ, ബോധപൂർവം നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വേട്ടമൃഗത്തെ ഇഹ്റാമിലായിരിക്കെ കൊന്നാൽ ഫജസാഉം മിസ്ലു മാ ഖതല മിനൻ നഅം, ആ കൊന്നതിന് തുല്യമായ മൃഗത്തെ, ആടുമാടൊട്ടകങ്ങളിൽ നിന്ന് തുല്യമായ മൃഗത്തെ പ്രായശ്ചിത്തമായി നൽകേണ്ടതാണ്. യഹ്കുമു ബിഹി ദവാ അദ്ലിൻ മിൻകും, ആ മൃഗത്തെ, ഏതു മൃഗത്തെയാണ് പകരം നൽകേണ്ടതെന്ന് നിങ്ങളുടെ കൂട്ടത്തു നിന്നുള്ള 2 നീതിമാന്മാർ വിധി കൽപ്പിക്കും. ഹദിയം ബാലിഗൽ കഅബ, കഅബയുടെ അടുത്തേക്ക് എത്തിക്കേണ്ട ഒരു ഹദിയ എന്ന നിലക്ക്, ഒരു ബലിമൃഗം എന്ന നിലക്ക്. ഔ കഫാറത്തുൻ തആമു മസാക്കീൻ, അല്ലെങ്കിൽ സാധുക്കൾക്കുള്ള ഭക്ഷണം എന്ന നിലക്കുള്ള പ്രായശ്ചിത്തം നൽകണം. ഔ അദ്ലു ദാലിക സിയാമ, അല്ലെങ്കിൽ അതിന്റെ തോതിൽ നോമ്പെടുക്കണം. ലിയദൂഖ വബാല അംരിഹി, അവൻ ചെയ്തു വെച്ച കാര്യത്തിന്റെ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞ കാലത്ത് സംഭവിച്ചത് അല്ലാഹു നിങ്ങൾക്ക് മാപ്പാക്കിയിരിക്കുന്നു. ഒമൻ ആദ, ഇനി ആരെങ്കിലും അത്തരം പ്രവർത്തനത്തിലേക്ക് മടങ്ങിയാൽ ഫയന്തഖിമുല്ലാഹു മിൻ, അല്ലാഹു തആല അവനിൽ നിന്ന് ശിക്ഷ സ്വീകരിക്കുന്നതാണ്. വല്ലാഹു അസീസുൻ മുൻതഖാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതാപിയും ശിക്ഷ സ്വീകരിക്കുന്നവനുമാണ്. വഹില്ല ലക്കും സൈദുൽ ബഹരി, കടലിലെ വേട്ട ജീവികൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. വതആമുഹു, കടലിലുള്ള ഭക്ഷണ സാധനങ്ങളും. മതഅല്ലക്കും വലിസ്സയ്യാറ, നിങ്ങൾക്കും
അതേപോലെ മറ്റു യാത്രക്കാർക്കും ഒരു സുഖമെടുക്കാനുള്ള ഉപഭോഗ വസ്തുക്കൾ എന്ന നിലക്ക് വഹുർരിമ അലൈക്കും സൈദുൽ ബർരി മാദുംതും ഹുറുമ, നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ കരജീവികളെ വേട്ടയാടൽ നിങ്ങളുടെ മേലിൽ ഹറാമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. വത്തഖുല്ലാഹ അല്ലദീ ഇലൈഹി തുഹ്ശറൂൻ, ഏതൊരു അല്ലാഹുവിലേക്കാണോ പരലോകത്ത് നിങ്ങളെ മടക്കപ്പെടുക ആ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ 3 സൂക്തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യം, ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഇഹ്റാമിൽ നിന്ന് വിരമിക്കുന്നതുവരെ അവരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിനായാലും ഉംറക്കായാലും ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഇഹ്റാമിൽ നിന്ന് വിരമിക്കുന്നതുവരെ ഭക്ഷ്യയോഗ്യമായ കരജീവികളെ വേട്ടയാടാൻ പാടില്ല. അങ്ങനെ ഇഹ്റാമിലായിരിക്കെ ആരെങ്കിലും ബോധപൂർവം അങ്ങനെ വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ ആ വേട്ടയാടിയതിനു പകരമായി തത്തുല്യമായി വേട്ടയാടപ്പെട്ട ജീവിക്ക് തുല്യമായി ആടുമാടൊട്ടകങ്ങളിൽ നിന്നൊരു ജീവിയെ കണക്കാക്കാൻ സാധിക്കുമെങ്കിൽ നീതിമാന്മാരായ 2 ആളുകൾ ഇതിനു പകരം ഒരാടിനെയാണ് ബലി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആട്, ഒട്ടകത്തെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒട്ടകം, മാടിനെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ മാട്, അതിനെ പ്രായശ്ചിത്തമായി കഅബയുടെ പരിസരത്ത് അഥവാ ഹറമിന്റെ പരിധിയിൽ വെച്ച് ബലി നൽകേണ്ടതാണ്. അങ്ങനെ ബലി നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ അത് മൃഗം കിട്ടാത്തതുകൊണ്ടാവാം, അതിനനുസരിച്ചുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ടാവാം. എന്നാൽ അതിന്റെ തോതനുസരിച്ചുള്ള ആ മൃഗത്തെ വിലക്കെട്ടിയിട്ട് ആ വിലക്കുള്ള ഭക്ഷ്യധാന്യം ധർമ്മം ചെയ്യൽ പ്രായശ്ചിത്തമായി കൊടുക്കണം. അതും ഹറമിന്റെ പരിധിയിലുള്ള സാധുക്കൾക്ക് തന്നെ കൊടുക്കണം. ഇനി അതിനും സാധ്യമല്ലാത്ത അവസ്ഥയാണെങ്കിൽ അത്രയും ഭക്ഷ്യധാന്യത്തെ മുദ്ദ് കണക്കിൽ വെച്ചുകൊണ്ട് എത്ര മുദ്ദിനുള്ള ഭക്ഷണമുണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നതെങ്കിൽ 1 മുദ്ദിനൊരു നോമ്പ് എന്ന രൂപത്തിൽ നോമ്പെടുക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതേസമയം നിങ്ങൾക്ക് കരജീവികളെ വേട്ടയാടലാണ് വിലക്കപ്പെട്ടതെന്നും കടലിലുള്ള മത്സ്യങ്ങളെ വേട്ടയാടുന്നതിനോ അല്ലെങ്കിൽ മറ്റു കടലിൽ നിന്ന് ലഭ്യമാകുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കുന്നതിനോ വിലക്കില്ലെന്നും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുഖകരമായ അവസ്ഥയ്ക്ക് വേണ്ടി നൽകിയതാണെന്നും അല്ലാഹു ഉണർത്തിയിരിക്കുന്നു. ആ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം അവരിലേക്കാണ് നിങ്ങൾ പരലോകത്ത് മടക്കപ്പെടുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകലമാന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അവിടെ വിചാരണയുണ്ടാകും. ആ റബ്ബിന്റെ കോടതിയിൽ കുടുങ്ങാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള മുൻകരുതൽ നിങ്ങൾ എടുക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3 സൂക്തങ്ങളിലൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇവിടെ യാ അയ്യുഹല്ലദീന ആമനൂ ലാ യബ്ലുവന്നകുമുല്ലാഹ്, അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ബിശൈഇൻ മിനസ് സൈദി, വേട്ടമൃഗത്തിൽ നിന്നുള്ള ചില ജീവികളെ കൊണ്ട്, തനാലുഹു ആ ജീവികളെ എത്തുക്കും, ഐദീക്കും നിങ്ങളുടെ കൈകൾ, വലിമാഹുക്കും നിങ്ങളുടെ കുന്തങ്ങളും എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് എത്തിപ്പിടിക്കാവുന്ന അകലത്തിൽ, അതേപോലെ തന്നെ കുന്തങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കുത്തി അവകളെ കീഴ്പ്പെടുത്താൻ പറ്റും വിധത്തിലുള്ള അകലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വേട്ടമൃഗത്തെ നിങ്ങളുടെ മുന്നിലൂടെ എത്തിച്ചു തന്ന് നിങ്ങൾ അല്ലാഹു പരീക്ഷിക്കും. ഇത് ഈ ആയത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത്, ഉദാഹരണമായി ഇമാം ബഗവി റളിയല്ലാഹു അൻഹു എടുത്ത തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. നസലത്ത് ആമൽ ഹുദൈബിയ, ഹുദൈബിയ സന്ധിയുടെ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാന്മാരായ സഹാബത്തും ഉംറ നിർവഹിക്കാൻ വേണ്ടി 1500ഓളം സഹാബികളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഹിജ്റയ്ക്കു ശേഷം ആദ്യമായി മക്കയിലേക്ക് പ്രതീക്ഷാ നിർഭരമായ മനസ്സോടുകൂടെ വരികയാണ്. എന്നാൽ ഹുദൈബിയ എന്ന് പറയുന്ന കഅബത്തിന്റെ മക്കയുടെ അടുത്ത പ്രദേശത്ത് വെച്ച് അവർ തടയപ്പെട്ടു. ഒരു കാരണവശാലും നിങ്ങളെ മക്കയിലേക്ക് ഈ വർഷം ഞങ്ങൾ പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് തടയപ്പെട്ട്, ആ തടയപ്പെട്ട അവസ്ഥയിൽ ഹുദൈബിയയിൽ മഹാന്മാരായ സഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നിലകൊള്ളുന്ന സമയത്ത് ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു കോംപ്രമൈസ് സാധ്യമാണോ എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ മക്കയിലേക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ചിട്ടുണ്ട്. അങ്ങനെ ഇഹ്റാമിലുള്ള മഹാന്മാരായ സഹാബത്ത് ആ ഇഹ്റാമിൽ നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്തലാഹുമുല്ലാഹു ബിസ്സൈദി, വേട്ടയാടാൻ പറ്റുന്ന കരജീവികളായിട്ടുള്ള ഭക്ഷ്യോഗ്യമായ
വേട്ടമൃഗങ്ങളെ കൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ വകാനത്തിൽ വഹൂഷു തഗശാരിഹാലഹും മിൻ കസറത്തിഹാ ഫഹമ്മു ബിഅഖദിഹാ. വേട്ടമൃഗങ്ങൾ, വേട്ടയാടാൻ പറ്റുന്ന മാനും അതുപോലുള്ള മറ്റു മൃഗങ്ങളുമൊക്കെ അതാ അവരുടെ തമ്പുകളുടെ ഹൈമകളുടെ സമീപത്തുകൂടെ ഇങ്ങനെ മേഞ്ഞു നടക്കുകയാണ്, സ്വൈരവിഹാരം നടത്തുകയാണ്. കയ്യെത്തിപ്പിടിക്കാൻ പറ്റും അകലത്തിൽ മാനുകൾ നടക്കുന്നു. അതേപോലെ തന്നെ ഒരു കുന്തം കൊണ്ട് കുത്തിയാൽ പിടിക്കാവുന്ന അകലത്തിൽ വന്യജീവികൾ നടക്കുന്നു. അപ്പൊ അവകളെ പിടിച്ചാലോ നമുക്കിവിടെ ഭക്ഷണത്തിനാണെങ്കിൽ പ്രയാസമുള്ള സമയമാണല്ലോ എന്ന് മഹാന്മാരായ സഹാബത്തിന്റെ കൂട്ടത്തിൽ ചിലർ ആലോചിക്കുന്ന സമയത്താണ് അല്ലാഹു തആല ഖുർആനിൽ ആയത്തിറക്കുന്നത്. ഓ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു തആല നിങ്ങൾക്ക് പരീക്ഷിക്കാനാണ് ഇങ്ങനെ ഈ ജീവികളെ ഇവിടെ നിങ്ങൾക്ക് കയ്യെത്തും ദൂരത്തിൽ ഒരു പേടിയുമില്ലാതെ ഈ മാനും അതേപോലെ തന്നെ മറ്റ് ജീവികളുമൊക്കെ നിങ്ങളുടെ മുന്നിലൂടെ ഇങ്ങനെ നടക്കുന്നത്. പണ്ട് അല്ലാഹു അത്തരം പരീക്ഷണം മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ. ആ ശനിയാചരണം എന്ന് പറയുന്ന ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ ശനിയാഴ്ച ആരാധനയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കണമെന്ന് പറഞ്ഞ് അല്ലാഹു തആല അയിലത്തു നാട്ടുകാരെ പരീക്ഷിച്ച ഘട്ടം. അവർ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരാണ്. ശനിയാഴ്ച അല്ലാത്ത ദിവസം മത്സ്യബന്ധനത്തിന് പോയാൽ മത്സ്യം ലഭിക്കുന്നില്ല. അതേസമയത്ത് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പാടില്ല. അന്നാണെങ്കിൽ മത്സ്യങ്ങൾ സമുദ്രത്തിന്റെ തീരത്തേക്ക് പോയി നോക്കിയാൽ സമൃദ്ധമായി മത്സ്യങ്ങൾ ഇങ്ങനെ അവർക്കിങ്ങനെ കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന അകലത്തിൽ അവരുടെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ മത്സ്യങ്ങളെ അല്ലാഹു തആല ശനിയാഴ്ച ദിവസം അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തതും അല്ലാത്ത ദിനങ്ങളിൽ അപ്രത്യക്ഷമാക്കിയതും അത് അവർക്കുള്ളൊരു പരീക്ഷണമായിരുന്നു. എന്നാൽ ആ പരീക്ഷണത്തിൽ അവരുടെ കൂട്ടത്തിലെ ഒരു കൂട്ടം ആളുകൾക്ക് വിജയിക്കാനായില്ല. എന്നാൽ അതുപോലെ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ് ഇവിടെ. ഒരിക്കലും ഈ പരീക്ഷണത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടുകൂടാ എന്ന് അല്ലാഹു തആല വിശ്വാസികളെ അറിയിക്കുകയാണ്. അതാണ് ലയബ്ലുവന്നകുമുല്ലാഹു ബിശൈഇൻ മിനസ്സൈദി തനാലുഹു ഐദീകും വരിമാഹുക്കും. നിങ്ങളുടെ കുന്തങ്ങളും അതേപോലെ കൈകളും കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റുന്ന അകലത്തിൽ വേട്ടമൃഗങ്ങളിൽ നിന്ന് ചിലവകളെ കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുകയാണ്. എന്തിനാണ് ആ പരീക്ഷണം? ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്. അദൃശ്യത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നവൻ ആരാണെന്ന് അറിയാനാണ്. അഥവാ ഈ മൃഗങ്ങളെ നിങ്ങൾ പിടിക്കരുത് എന്ന് അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശമുണ്ടായിട്ടും കയ്യിന്റെ മുന്നിൽ കയ്യെത്തും ദൂരത്തിൽ സൗകര്യപ്പെട്ട് കിട്ടിയപ്പോൾ അല്ലാഹുവിന്റെ നിർദ്ദേശത്തിനാണോ മുൻതൂക്കം, അതല്ല ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഈ സൗകര്യത്തിനാണോ നിങ്ങൾ മുൻതൂക്കം നൽകുന്നത് എന്ന് പരീക്ഷിക്കാനാണ്. അഥവാ യഖാഫുഹു ഫലാ യസ്താദു ഫി ഹാലിൽ ഇഹ്റാം. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് വേട്ടയാടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കപ്പെട്ട സമയത്തും നിങ്ങൾ വേട്ടയാടാതിരിക്കണം. അതാരൊക്കെയാണ് ചെയ്യുന്നതെന്നും ഈ പരീക്ഷണത്തിൽ ആരാണ് വിജയിക്കുന്നതെന്നും അല്ലാഹു തആല നോക്കുകയാണ് ഇവിടെ. ഫമനേതദാ ബഅദ ദാലിക, ആരെങ്കിലും അതിനുശേഷം ഐസാദ ബഅദ തഹരീമിഹി, അല്ലാഹു തആല ഇത് ഹറാമാക്കിയതിനു ശേഷം ആരെങ്കിലും വേട്ടയാടുകയാണെങ്കിൽ ഫലഹു അദാബുൻ അലീം, അവന് കടുത്ത ശിക്ഷയുണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്തുലുസ് സൈദ വഅൻതും ഹുറും. നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ നിങ്ങൾ വേട്ടമൃഗത്തെ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്ത അവസ്ഥയിൽ നിങ്ങൾ ഒരിക്കലും തന്നെ വേട്ടമൃഗത്തെ കൊല്ലാൻ പാടില്ല. വേട്ടയാടലും അതേപോലെ തന്നെ വേട്ടമൃഗത്തെ കൊല്ലലും ഒന്നും നിങ്ങൾക്ക് പാടില്ലാത്തതാണ്. അങ്ങനെ പാടില്ലാത്തൊരു സംഗതി ആരെങ്കിലും ചെയ്താൽ, ഒന്നും ഖതലഹു മിൻകും മുതഅമ്മിദ, ബോധപൂർവം ആരെങ്കിലും അത്തരമൊരു പ്രവർത്തനം നടത്തിയാൽ, അതായത് ഇഹ്റാമിലാണെന്ന് ഓർമ്മയില്ലാതെയല്ല, ഞാൻ മുഹരിമാണെന്ന് ഇഹ്റാമിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്താൽ, മറന്നുകൊണ്ട് ചെയ്താൽ അതിന് ശിക്ഷയുണ്ടോ ഇല്ലേ എന്നത് സംബന്ധമായി പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നത് കരുതിക്കൂട്ടിയാണെങ്കിലും മറന്നിട്ടാണെങ്കിലും പ്രായശ്ചിത്തം ചെയ്യണമെന്ന വിഷയത്തിൽ തർക്കമല്ല. അതേസമയത്ത് ഇഹ്റാമിലാണെന്ന് ഓർമ്മയില്ലാതെയാണ് ചെയ്തതെങ്കിൽ അവന് കുറ്റമുണ്ടാവില്ല പരലോകത്ത്. അതേസമയത്ത് ഇഹ്റാമിലാണെന്ന് ഓർമ്മയുള്ളതോടുകൂടെയാണെങ്കിലോ കുറ്റവും കൂടെ ഉണ്ടാകും. അതാണ് മറന്നും ബോധപൂർവം ചെയ്യുന്നതിന്റെ വ്യത്യാസം. പക്ഷെ എങ്ങനെ ചെയ്താലും ഒരു വേട്ടമൃഗത്തെ നശിപ്പിച്ചാൽ, ഇത്തിലാഫ് എന്നതാണല്ലോ അതിന്റെ വകുപ്പ്, ആ നശിപ്പിച്ചാൽ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാണ് കൂടുതൽ പണ്ഡിതന്മാരുടെയും നിലപാട്. എന്നാൽ ചില മഹാന്മാർ ഒന്നും ഖതലഹു മിൻകും മുതഅമ്മിദൻ, ബോധപൂർവം നിങ്ങൾ ആരെങ്കിലും അത് ചെയ്താൽ ഫജസാഉ മിസ്ലു മാ ഖതല മിനൻ നഅം,
ആടുമാടോട്ടങ്ങളിൽ നിന്ന് അതിനോട് തുല്യമായതിനെ പ്രായശ്ചിത്തമായി അവൻ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ബോധപൂർവം അല്ലെങ്കിൽ അഥവാ മറന്നുകൊണ്ടാണെങ്കിൽ പ്രായശ്ചിത്തം വേണ്ട എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രബലം അതല്ല. മറന്നിട്ടാണെങ്കിലും പ്രായശ്ചിത്തം വേണം. പക്ഷേ വ്യത്യാസം എന്താണ്? മറന്നിട്ടാണെങ്കിൽ കുറ്റമുണ്ടാവില്ല, ബോധപൂർവമാണെങ്കിൽ കുറ്റവും കൂടെ ഉണ്ടാകുമെന്നാണ്. അപ്പോ ഒരു ഭക്ഷ്യയോഗ്യമായ ഒരു കരജീവിയെ വേട്ടയാടിയാൽ ഇതിന് പ്രായശ്ചിത്തമായി കൊടുക്കേണ്ടത് ആടുമാടോട്ടങ്ങളിൽ നിന്നുള്ളതാണോ എന്ന് തീരുമാനിക്കേണ്ടതാരാ? യഹ്കുമു ബിഹി ദവാഅദിലിൻ മിൻകും, നിങ്ങളിൽ നിന്നുള്ള നീതിമാന്മാരായ രണ്ടാളുകൾ അത് വിധിക്കണം. അവർ വിധിക്കുന്ന മൃഗത്തെയാണ് പ്രായശ്ചിത്തമായി കൊടുക്കേണ്ടത്. ആ മൃഗത്തെ എവിടെ പ്രായശ്ചിത്തം കൊടുക്കണം? ഹദിയം ബാലിഗൽ കഅബ, കഅബയിൽ എത്തുന്ന നിലക്കുള്ള ബലിമൃഗം എന്ന നിലക്ക്, അഥവാ കഅബത്തിന്റെ പരിസരത്ത് ഹറം പ്രദേശത്തായിരിക്കണം ബലി നൽകേണ്ടത്. ഔ കഫാറത്തുൻ തആമു മസാക്കീൻ, അല്ലെങ്കിൽ സാധുക്കൾക്കുള്ള ഭക്ഷണം പ്രായശ്ചിത്തമായി അതിനു പകരം നൽകണം. ഈ വേട്ടമൃഗത്തെ വിലക്കെട്ടിയാൽ എത്ര ഭക്ഷ്യധാന്യം വാങ്ങാൻ സാധിക്കുമോ അത്ര ഭക്ഷ്യധാന്യം സാധുക്കൾക്ക് പ്രായശ്ചിത്തമായി കൊടുക്കണം. ഇനി അതിനു സാധ്യമല്ലെങ്കിൽ അതിനു ദാലിക സിയാമല്ലി യദൂഖ വബാല അംരി, അവനാ ചെയ്ത പ്രവർത്തനത്തിന്റെ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തു വേണം? അവൻ അതിനു തുല്യമായ നോമ്പെടുക്കണം. അഫല്ലാഹു അമ്മാ സലഫ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ കാലത്ത് നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയത്, അതായത് ഈ വിധിവിലക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു തആല മാപ്പാക്കിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഇത്തരം ഒരു നിയമം ബാധകമാണ് എന്നാണ്. ആരെങ്കിലും ഈ തീരുമാനം വന്നതിന് ശേഷം വീണ്ടും ഈ അതിക്രമത്തിലേക്ക് മടങ്ങിയാൽ അല്ലാഹു തആല അവനിൽ നിന്ന് ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതാണ്. അല്ലാഹു അസീസുൻ ഇന്തിഖാം, അല്ലാഹു തആല പ്രതാപിയും ആ അടിമകളിൽ നിന്ന് അവരുടെ ഭാഗത്ത് കൃത്യവിലോപം സംഭവിച്ചാൽ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവരുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ സംഭവം വീണ്ടും ആവർത്തിച്ചാൽ, ഈ വേട്ടയാടുക എന്ന പരിപാടി അത് ഇഹ്റാമിലുള്ള സമയത്ത് ഒന്നിലധികം തവണ ആവർത്തിച്ചാൽ പ്രായശ്ചിത്തവും ഒന്നിലധികം തവണ ആവർത്തിച്ചു വരുന്ന കണ്ടീഷൻ ഉണ്ടാകും എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉഹില്ലലക്കും, നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു, അനുവദിക്കപ്പെട്ടിരിക്കുന്നു സൈദുൽ ബഹരി, സമുദ്രത്തിലെ വേട്ടജീവി എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങളൊക്കെ, സമുദ്രത്തിലുള്ള ഭക്ഷ്യയോഗ്യമായ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വേട്ടയാടാം. സമുദ്രം എന്ന് പറഞ്ഞത് കടല് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് എല്ലാ ജലാശയങ്ങളുമാണ് ഉദ്ദേശമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ബഗവി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. വൽ മുറാദു ബിൽ ബഹരി ജമീഉൽ മിയാഹി, എല്ലാ ജലാശയങ്ങളുമാണ് ഉദ്ദേശം എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള കരജീവികളെ വേട്ടയാടാൻ പാടില്ല. കാരണം കരയിൽ നിന്ന് മറ്റു ഭക്ഷ്യവസ്തുക്കൾക്കും സംവിധാനങ്ങളുണ്ടാകും. അതേസമയത്ത് കടലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കടൽ ജീവികളെ വേട്ടയാടിക്കൂടാ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ദീർഘയാത്രകളിലൊക്കെ പ്രയാസം അനുഭവിക്കും. അതുകൊണ്ട് കടൽ ജീവികളെ വേട്ടയാടലിനെ ഹലാലാക്കപ്പെട്ടിരിക്കുന്നു. വതആമുഹു, അതേപോലെ കടലിലെ മറ്റു ഭക്ഷ്യ വസ്തുക്കളും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. മതാഅല്ലക്കും വലിസയ്യാറ, നിങ്ങൾക്കും മറ്റു യാത്രക്കാർക്കും ഒരു സുഖമെടുക്കാനുള്ള സംവിധാനം എന്ന നിലക്ക്, അല്ലെങ്കിൽ ഉപഭോഗ വസ്തുക്കൾ എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കത് അനുവദിച്ചു തന്നിരിക്കുന്നു. അതേസമയത്ത് വഹുജ്ജിമ അലൈക്കും സൈദുൽ ബർരി മാ ദുംതും ഹുറുമാ, നിങ്ങൾ ഇഹ്റാമിലായിരിക്കുന്ന കാലത്തൊക്കെയും കരജീവികളെ വേട്ടയാടാൻ നിങ്ങളുടെ മേലിൽ ഹറാമാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വത്തഖുല്ലാഹല്ലദീ ഇലൈഹി തുഹ്ശറൂൻ, ഏതൊരു അല്ലാഹുവിലേക്കാണോ പരലോകത്ത് നിങ്ങൾ മടക്കപ്പെടുന്നത് ആ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അവന്റെ വിധിവിലക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ നിങ്ങളോട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളെ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ നിങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടു പോകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വിശ്വാസി സമൂഹത്തെ അറിയിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.